സിലബസ് മാറിയതിനു ശേഷം എന്തുകൊണ്ടാണ് SSLC കെമിസ്ട്രി എക്സാമിന് മാത്രം ഇത്ര ടഫാകുന്നത്? കുട്ടികൾക്ക് പൊതുവേ ഉള്ളൊരു അഭിപ്രായമാണ്, എന്താണ്, കെമിസ്ട്രി എക്സാം ടഫായിരുന്നു. എവിടെ? ക്വാർട്ടേർലി മുതൽ ഹാഫ് ഇയർലി മുതൽ മോഡൽ പബ്ലിക് എക്സാമിന് വരെ ഈ കഴിഞ്ഞ വർഷം എക്സാം ടഫാണ് എന്നാണ് പൊതുവേ കുട്ടികളുടെ ഇടയിലുള്ള അഭിപ്രായം. എന്നാൽ വളരെ ചുരുക്കം കുട്ടികൾ സാറിനൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്, എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. കൃത്യമായി ഞാൻ അനലൈസ് ചെയ്തു എന്താണ് എളുപ്പമാണ് എന്ന് പറയുന്ന കുട്ടികൾക്കുള്ള പ്രത്യേകത എന്നുള്ളത്. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് പ്രത്യേകതകളാണ് ഈ വീഡിയോയിലൂടെ മക്കൾക്ക് പങ്കുവെക്കുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ SSLCക്കാർക്ക് ഈ ഒരു സമയത്ത് വളരെയധികം ഉപയോഗപ്പെടും. ഇതൊരിക്കലും ഒരു എക്സാമിൻ്റെ തലേന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും തലയിൽ കയറൂല. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളോട് ഇങ്ങനൊരു വീഡിയോ സാറ് നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത്. എനിവേ, നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് ഞാൻ അനലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി മക്കളോട് ഇപ്പോൾ സംസാരിക്കുകയാണ്. ഓക്കെ, എടാ, അതിലൊന്ന് കെമിസ്ട്രിയുടെ കാര്യത്തിൽ എല്ലാവരെയും നിന്നും കേട്ടിട്ടുള്ള മൊത്തമായിട്ട് എടുത്തിട്ടുള്ള ഒരു അഭിപ്രായം, ക്ലാസ് കേൾക്കുമ്പോഴും ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴുമൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്, എല്ലാം സെറ്റാണ്. പക്ഷേ എക്സാമിന് പോകുമ്പോൾ പഠിച്ച കാര്യം തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല. ക്വസ്റ്റ്യൻ പേപ്പർ പുറമെ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ, എക്സാം കഴിഞ്ഞിട്ട് പുറമെ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ ഇതൊക്കെ ഞാൻ പഠിച്ചതായിരുന്നല്ലോ എന്നൊരു ഫീലിംഗ് കൂടി വരുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ആ പഠിച്ച കാര്യം പോലും എക്സാമിന് എഴുതാൻ കഴിയാത്തത്? ഇതെന്തുകൊണ്ടാണ് കെമിസ്ട്രിയിൽ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? ഓക്കെ, അതിന് റീസൺ എന്താ എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ മറ്റൊന്നുമല്ല. റീസൺ എന്ന് വെച്ചാൽ അധിക കുട്ടികളും എക്സാമിൻ്റെ തലേന്നും മറ്റും അല്ലെങ്കിൽ എക്സാമിനോട് അടുപ്പിച്ച് മാത്രം എങ്ങനെയെങ്കിലും ഈ ഒരു സിലബസ് പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് ഈസി മെത്തേഡുകളും ടിപ്സ് ആൻഡ് ട്രിക്സും ഒക്കെയാണ് സെർച്ച് ചെയ്ത് നോക്കുന്നത്. അങ്ങനെ ഒരുപാട് വീഡിയോസും അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും ആ വീഡിയോസൊക്കെ കാണുമ്പോൾ അതിൽ പറയുന്ന കണ്ടൻറ്റുകൾ മാത്രം പഠിക്കുമ്പോൾ അതൊരു കോൺഫിഡൻസിലേക്ക് എത്തുകയും ഞാനെല്ലാം പഠിച്ചു തീർന്ന് എന്നുള്ളൊരു ചിന്ത വരികയും ആ ഒരു ചിന്തയോട് കൂടിയിട്ട് എക്സാമിന് പോകുമ്പോൾ അത് വെച്ച് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരികയും ചെയ്തതുകൊണ്ടാണ് ഇതിൽ ഒന്നാമത്തെ കാരണമായിട്ട് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് എനിക്കിപ്പോൾ പറയാനുള്ളത്, നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന ആളുകളാണ്. ഇപ്പോൾ നിങ്ങളുടെ SSLC ആ ഒരു കാലയളവ് തുടങ്ങുന്ന സമയമാണ്. ഒരിക്കലും നിങ്ങളൊരു ചാപ്റ്ററിനെ അതൊക്കെ എടുത്തു കഴിഞ്ഞ് അതിൻ്റെ എക്സാമിൻ്റെ ആ ഒരു സമയത്തേക്ക് മാത്രം കാത്തു നിൽക്കരുത്. നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരിക്കലും നിങ്ങൾ സെർച്ച് ചെയ്യുകയോ ചെയ്യരുത്. ഈസി മെത്തേഡ്, ടിപ്സ് ആൻഡ് ട്രിക്സ് ഒരിക്കലും സെർച്ച് ചെയ്യുകയേ അരുത്. സാർ എന്താ അങ്ങനെ പറയുന്നത്? എടാ, ഒരു കാര്യത്തിൻ്റെ ഈസി മെത്തേഡ് എന്താ, ഒരു കാര്യത്തിൻ്റെ ടിപ്സ് എന്താ, ട്രിക്സ് എന്താ എന്നൊക്കെ മക്കൾക്ക് അറിയണമെങ്കിൽ ആദ്യം ആ കാര്യം എന്താ എന്ന് കൃത്യമായി പഠിച്ചിരിക്കണം. ഓക്കെ, അതായത് ഞാൻ നടന്നുപോയതിന് ശേഷം ഇനി എങ്ങനെ എനിക്ക് കുറച്ചുകൂടി സ്പീഡിൽ പോകാം എന്ന് ചിന്തിക്കലാണ് നല്ലത്. അതല്ലാണ്ട് ആദ്യം തന്നെ ആ സ്ഥലം കണ്ടിട്ടില്ല, ആ പോകുന്ന വഴികളൊന്നും അറിയൂല, ആ പോകുന്ന സ്ഥലങ്ങളിൽ എന്താണുള്ളത്, അവിടെ ഏതൊക്കെ വീടുകളാണുള്ളത്, എന്തൊക്കെ മരങ്ങളാണുള്ളത്, ഒന്നും നമ്മൾ അറിയുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആദ്യം തന്നെ ഒരു ബൈക്കിലോ ഒരു കാറിലോ ബും എന്ന് വന്ന് പറഞ്ഞാൽ ആ ഒരു പോക്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടും. ചിലപ്പോൾ അവിടെ എത്തിയതിന് ശേഷം, നിങ്ങൾ എത്തേണ്ട സ്ഥലത്ത് എത്തിയതിന് ശേഷം നിങ്ങളോട് ചോദിക്കുകയാണ്, നീ വരുന്ന സമയത്ത് നീ ഇങ്ങനെ ഒരു പച്ച പെയിൻ്റ് അടിച്ച അല്ലെങ്കിൽ ഒരു ചുവപ്പ് പെയിൻ്റ് അടിച്ച ഒരു വീട് ശ്രദ്ധിച്ചിരുന്നോ? ഏത് വീട്? ഇതാണ് പലപ്പോഴും കുട്ടികൾക്ക് സംഭവിക്കുന്നത്. ഈസി ട്രിക്കും ഈസി ടിപ്സും ഫോളോ ചെയ്തിട്ട് അതിൻ്റെ എല്ലാ ഏരിയകളും കവർ ചെയ്യാതെ പോയി എന്നുള്ളതാണ് ഈ കുട്ടികൾക്കൊക്കെ പഠിച്ചിട്ടും എക്സാമിന് എഴുതാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ വന്നത്. ഇനി മറ്റൊരു കാരണം എന്താ മക്കളെ? മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഫോൾ അല്ലെങ്കിൽ ഫേക്ക് മോട്ടിവേഷൻസ് ആണ്. എന്താ സാർ ഈ ഫേക്ക് മോട്ടിവേഷൻസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മക്കളെ, നിങ്ങളുടെ എക്സാമിൻ്റെ സമയത്തേക്കൊക്കെ പഠിക്കാനിരിക്കുന്ന സമയം ഇപ്പോഴല്ല കേട്ടോ. ഇപ്പോഴങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. കാരണം ഇപ്പം അങ്ങനെയുള്ള ഫേക്ക് മോട്ടിവേഷൻസിന് വലിയ റീച്ചൊന്നും ഉണ്ടാവില്ല. എപ്പോഴാണ് ഈ റീച്ച് വരിക? നിങ്ങൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സാമിൻ്റെ ഭയത്തിലിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ ഭയത്തിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ തക്കം എന്ത് കണ്ടന്റ് ഇട്ടാലും അതിന് റീച്ച് ഉണ്ടാവും. സോ നിങ്ങളോട് പറയാണ്, എന്താ, ഏതെങ്കിലും ഒരു എക്സാം കുറച്ചൊന്ന് നല്ല ടാക്ടിക്സ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ, അതല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കുറച്ച് ചോദ്യങ്ങൾ വന്നാൽ പിറ്റേന്ന് എന്ത് ഇറങ്ങുന്നു? കുട്ടികളെ ചതിച്ചു, കുട്ടികളെ വഞ്ചിച്ചു, ഇങ്ങനെയൊന്നും ചോദിക്കാൻ പറ്റൂല. അങ്ങനെയുള്ള മോട്ടിവേഷൻസിൽ നിങ്ങൾ അങ്ങ് വീണു പോവാണ്. അപ്പോൾ നിങ്ങളും കരുതും, ഞങ്ങൾ പാവം. എടാ, അങ്ങനെ എന്ത് പാകം? നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ, സാറ് പറഞ്ഞല്ലോ ഇതൊരിക്കലും എക്സാമിൻ്റെ തലേന്നാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ വളരെയധികം മോശക്കാരനായിട്ട് ചിത്രീകരിക്കും, എന്നെ വെറുക്കും.
ഞാനിപ്പോൾ ഇത് പറയുന്ന സമയത്ത് വളരെ ചുരുക്കം ആളുകൾ ഒരു പക്ഷേ ഈ ഒരു തുടക്ക സമയത്ത് ഇത് കേൾക്കുകയുള്ളൂ. പക്ഷേ ആ കേൾക്കുന്ന ആളുകൾക്ക് കൃത്യമായി പ്ലാൻ ചെയ്യാൻ ഇത് ഉപകരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഈ ഒരു സമയത്ത് ഇവിടെ ഇടുന്നത്. മക്കളെ, അങ്ങനെയുള്ള ഫേക്ക് മോട്ടിവേഷൻസിൽ നിങ്ങൾ ഒരിക്കലും വീണു പോകരുത്. മക്കളെ, നിങ്ങളുടെ സിലബസിൽ നിന്ന്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളിൽ നിന്ന് എന്തു ചോദ്യം വന്നാലും എഴുതാൻ സാധിക്കണം എന്നുള്ള രീതിയിലായിരിക്കണം നിങ്ങൾ തുടക്കം മുതലേ പഠിക്കേണ്ടത്. അതല്ലാതെ കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യങ്ങൾ വന്നാൽ മാത്രം, അല്ലെങ്കിൽ ആ പാറ്റേണിൽ ചോദിച്ചാൽ മാത്രമേ ഞാൻ എഴുതൂ എന്നൊന്നും നിങ്ങൾ വാശി പിടിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം നിങ്ങളുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എന്താണോ അതാണ് നിങ്ങളുടെ മാർക്ക്. അതല്ലാണ്ട് അവിടെ എക്സാം നിങ്ങൾക്ക് ടഫായി, നിങ്ങൾക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞു എന്നുള്ള രീതിയിൽ ആ എക്സാം ടഫായത് ഇന്ന കാരണം കൊണ്ടാണ്, കുറേ കാരണങ്ങൾ നമ്മൾ അവതരിപ്പിച്ചതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. അപ്പോൾ സാറ് പറയുന്നത് എങ്ങനെ ചോദിച്ചാലും സാറേ ഞങ്ങൾ എഴുതിക്കൊള്ളണം അങ്ങനെയൊക്കെയാണോ? എടാ, ചോദ്യത്തിനൊരു പാറ്റേണും ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു മോഡലും ഒക്കെ അവതരിപ്പിക്കുക എന്നുള്ളത് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ ഉത്തരവാദിത്വമാണ്. ശരി, പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരിക്കലും അങ്ങനെ ചോദിച്ചാൽ മാത്രമേ ഞാൻ എഴുതൂ എന്നൊരു വാശിക്കല്ല നിങ്ങൾ പഠിക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് എങ്ങനെ ചോദിച്ചാലും എനിക്ക് കിട്ടണം, ഇപ്പോൾ അതിന് സമയമുണ്ട്. അതായത് പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ കൺസെപ്റ്റിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, കൺസെപ്റ്റിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. എങ്ങനെ ഈ കൺസെപ്റ്റിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ, കൺസെപ്റ്റിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ള കാര്യത്തിനെ നിങ്ങൾ സിമ്പിളായിട്ട് മാത്രം പഠിക്കാതെ അതിനൊന്ന് ഇപ്പുറത്തേക്ക് ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഒരു കാര്യം പഠിക്കുമ്പോൾ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ ചോദിച്ചു തുടങ്ങുക. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, സിമ്പിൾ എക്സാമ്പിൾ, കാർബൺ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ വാലൻസി 4 ആണ് നിങ്ങൾ പഠിച്ചു. നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ട് വാലൻസി 4 ആയി? ശരിക്കും കാർബണിൻ്റെ വാലൻസി എന്തുകൊണ്ട് 4 ആയി എന്ന് ഒരിക്കലും നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ പഠിക്കുമ്പോൾ എന്തുകൊണ്ട് അത് 4 ആയി എന്ന് നിങ്ങൾ ചിന്തിക്കുകയും അത് നിങ്ങൾ പഠിക്കുകയും വേണം. കാർബണിന് 4 ബോണ്ടുകൾ ഉണ്ടാക്കാൻ പറ്റും. കാർബൺ ഇലക്ട്രോൺ ഷെയർ ചെയ്യുക മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കണം എന്തുകൊണ്ടാണ് ഇലക്ട്രോൺ കൊടുക്കാത്തത്, എന്തുകൊണ്ടാണ് വാങ്ങാത്തത്, അത് നിങ്ങൾ അറിയണം. അത് എക്സാമിൻ്റെ തലേന്ന് പറ്റുമോ? പറ്റൂല. എക്സാമിനോട് അടുപ്പിച്ച് പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കാൻ പറ്റുമോ? പറ്റൂല. ശരിയാണ്, വളരെ ശരിയാണ്. പക്ഷേ നിങ്ങളോട് ഈ ഒരു സമയം മുതൽ പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് ഇതൊക്കെ പഠിക്കാനായിട്ട് സാധിക്കും. സോ വളരെ യാഥാർത്ഥ്യമായിട്ട് നമ്മൾ പറയുന്ന കാര്യം ഇത്രേ ഉള്ളൂ മക്കളെ. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കൺസെപ്റ്റിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതല്ലാണ്ട് നിങ്ങൾ ഈസി ട്രിക്കിനും ഈസി ടിപ്സിനും പിന്നാലെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളുടെ സമാധാനത്തിന് മാത്രം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടുകയും ഇൻ കേസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നാൽ അത് വെച്ച് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. ഞാൻ ഈസി ട്രിക്സും ഈസി ടിപ്സും അവരെ ഞാൻ മോശമായി ചിത്രീകരിക്കുകയല്ല. അതായത് ഒരു കാര്യത്തിന് ഈസി, ഇപ്പം ഞാനൊരു കൺസെപ്റ്റ് പഠിപ്പിച്ചാൽ അതിൻ്റെ ഈസി ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പഠിച്ചൊരു കുട്ടിക്ക് ഈസി ആവട്ടെ എന്നുള്ള രീതിയിലാണ്, അല്ലാണ്ട് ഒന്നും പഠിക്കാത്ത ഒരാൾക്ക് ഈസി ആവട്ടെ എന്നുള്ള രീതിയിലല്ല. അപ്പോൾ കൃത്യമായി മക്കളെ കൺസെപ്റ്റിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. കൺസെപ്റ്റിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ഞങ്ങൾ എന്തു ചെയ്യണം സാർ? തീർച്ചയായിട്ടും പഠിപ്പിക്കുന്ന സമയത്ത് കൃത്യമായി നോട്ട് ചെയ്യുകയും കൃത്യമായി ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കുകയും വളരെയധികം എഫക്റ്റീവ് സ്റ്റഡി, സ്മാർട്ട് സ്റ്റഡി നടത്തുകയും ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക മക്കളെ. സോ അതിന് ഒരു ഓപ്ഷൻ നമ്മളിവിടെ അവതരിപ്പിക്കുന്നു നിങ്ങൾക്കായിട്ട്, അസ്ത്ര ബാച്ച് എന്നുള്ളത്. മക്കൾക്ക് അറിയാം, ഒരുപാട് പേര് ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അസ്ത്ര 1.0 ഏതാനും ദിവസങ്ങൾക്കകം അഡ്മിഷൻ ക്ലോസ് ചെയ്യും. നിങ്ങൾക്ക് അതിലേക്ക് അഡ്മിഷൻ എടുക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും മക്കൾക്ക് ഓൾറെഡി ഒരുപാട് വീഡിയോസിൽ ഇവിടെ ഇട്ടതാണ്. നിങ്ങൾക്ക് അസ്ത്ര ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഓക്കെ, പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് അവിടെ നമ്മളുടെ ബേസിക് ക്ലാസ്സുകളും അതുപോലെ തന്നെ ചാപ്റ്ററിൻ്റെ തുടക്കം മുതലുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ ഒരു കാര്യം, അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുകയും നല്ല കൺസെപ്റ്റ് കിട്ടുകയും ചെയ്യൂല. കൃത്യമായി ലൈവ് ക്ലാസ്സുകൾ ലൈവായി തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. അതല്ലെങ്കിൽ ക്ലാസ്സുകൾ ഒരു ബാക്ക്ലോഗും ഇല്ലാതെ കാണാനായിട്ട് ശ്രമിക്കുക. ഇനി അഥവാ ഒരു ക്ലാസ് മിസ്സായാൽ അത് കാണണമെന്നുള്ള ആ ഒരു തീരുമാനം, ഉറച്ച തീരുമാനം ഉണ്ടാവുക. ദെൻ നമ്മളോടൊപ്പം ഇവിടുത്തെ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ തരേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തിന്നുകൊണ്ടേയിരിക്കും. പക്ഷേ നിങ്ങൾ ഒരുങ്ങണം. അത് നിങ്ങളിപ്പോൾ എന്ത് 0 ആയൊരു കുട്ടിയായാൽ പോലും നിങ്ങളെ ഹീറോ ആക്കാൻ കഴിയും, അത് ഉറപ്പ്. പക്ഷെ പറഞ്ഞല്ലോ മക്കളെ, ഞങ്ങൾ ഇവിടെ നിന്നും എന്ത് മാജിക് കാണിച്ചാലും നിങ്ങൾ അതിന് അല്ലെങ്കിൽ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ തയ്യാറാണോ? മനസ്സിൻ്റെ ഉള്ളിൽ ഒരു തരിയെങ്കിലും എനിക്കൊന്ന് നല്ല മാർക്ക് കിട്ടി, നല്ലവണ്ണം പഠിച്ച് ടീച്ചേഴ്സിൻ്റെയും പാരൻസിൻ്റെയും മുന്നിൽ ഒന്ന് ഉയർത്തെഴുന്നേൽക്കണമെന്നുള്ളൊരു തരി നുരുമ്പാഗ്രഹമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പോരും. സോ
മക്കളെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മൈൻഡിലിരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് നമ്മുടെ SSLC കെമിസ്ട്രിയിലുള്ള ചാപ്റ്റേഴ്സിൻ്റെ എണ്ണമാണ് സാർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ഓരോ ചാപ്റ്റേഴ്സിനെയും നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു കാര്യം എൻ്റെ മൈൻഡിലുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ നിങ്ങൾ കൃത്യമായി അനലൈസ് ചെയ്യുകയും അത് സത്യമാണെങ്കിൽ, അത് റെഡിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ കമൻറ്റ് ബോക്സിൽ അതിനെ പറ്റിയിട്ട് നിങ്ങൾ എഴുതുകയും ചെയ്യണം. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെ, നിങ്ങളുടെ SSLC ഫ്രണ്ട്സിനെ, അവസാന സമയത്തേക്ക് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാമെന്ന് വിചാരിക്കുന്ന ഫ്രണ്ട്സിനെ ഈ ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. സോ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പഠിക്കാം, കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയി പഠിക്കാം, നിങ്ങൾക്ക് പഠിച്ചത് വെച്ചിട്ട് ഭാവിയിൽ ഉപകാരമുള്ള രൂപത്തിൽ പഠിക്കാം. നമുക്ക് കാണാം. സൈനിങ് ഓഫ്.